ൊക്കെ കേട്ടതല്ലേ? ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചതാണ്, കേട്ടതാണ്. അങ്ങനെയുള്ള പ്രവാചക പ്രഭു ഇത് കേട്ടപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വട്ടമുഖം താറി. ഒരു പഴയ ഭാഷയാണ് താറി എന്ന് പറഞ്ഞാൽ മങ്ങി. ആ പ്രകാശം കൊണ്ടിരിക്കുന്ന പെട്ടെന്ന് ആ മുഖത്തിന് ഒരു മാറ്റം, ഒരു മങ്ങൽ ഏറ്റു. കാരണം എന്താ? മുതല് മതി എന്ന് മുതല് പോരെ, നമ്മൾക്ക് എളുപ്പതല്ലേ. നമ്മള് ഒരു പൊരുതി നമ്മൾ ഒരു വിജയത്തിലേക്ക് എത്തുന്നതിനേക്കാൾ എളുപ്പം ആ മുതലല്ലേ നമ്മൾക്ക് എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ല എന്നുള്ളതിന് തെളിവാണ്. മനസ്സിന്റെ ആ ലക്ഷണമുള്ള മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നൊരു പഴമൊഴിയുണ്ടല്ലോ, അത് നബി തങ്ങളുടെ മുഖത്തത് അത് പ്രകടമായി. അതോടുകൂടി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ നല്ലപോലെ ചിന്തിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങൾക്കറിയാമോ, നമ്മളെ വളരെയേറെ ശക്തമായി കൊണ്ട് നമ്മൾ ആക്രമിക്കുകയും നമ്മളെ പരിശുദ്ധമായ ദീനിനെതിരെ വളരെ ശക്തമായി കൊണ്ടുള്ള പ്രകോപനങ്ങൾ ചെയ്തുകൊണ്ട് നാട്ടിൽ പോലും ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ഉള്ള ആ ദുഷ്ടൻ അബൂജഹലിന്റെ നേതൃത്വത്തിൽ നമ്മളെ കൊല്ലാൻ വേണ്ടി, നമ്മളെ വധിക്കാനാണ്, നമ്മളുമായി യുദ്ധം ചെയ്യാനും വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. അബൂജഹലിന്റെ ലക്ഷ്യം എന്താ? നേരത്തെ അബൂ സുഫിയാനും സംഘമൊക്കെ കച്ചവട മുതലുമായി കൊണ്ട് മക്കയിൽ തിരിച്ചെത്തി എന്ന് പറഞ്ഞല്ലോ. അബൂജഹലിന് അതിൽ വലിയ സന്തോഷമൊന്നുമില്ല. അബൂജഹലിന് ഇപ്പൊ മുതൽ കിട്ടലൊന്നല്ല പ്രശ്നം. അബൂജഹലിന്റെ ലക്ഷ്യം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലണം. അതേപോലെ പുന്നാർ നബി തങ്ങളുടെ മരുമകനാവുന്ന അലിയാർ തങ്ങളെ കൊല്ലണം. ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലണം. അതുപോലെ സഹാബാക്കളിൽ പ്രമുഖരായിരിക്കുന്ന ആളുകളെ കൊല ചെയ്തുകൊണ്ട് പരിശുദ്ധ ദീൻ ഇവിടെ ഇല്ലായ്മ ചെയ്യണം. അതാണ് അബൂജഹലിന്റെ ലക്ഷ്യത. അതല്ലാതെ അബൂ സുഫിയാന് കുറെ സ്വർണ്ണൊക്കെ കൂടി 50,000 ലക്ഷോ പൊന്നേറ്റ് അവിടെ വന്നെന്ന് പറയണതിലൊന്നും അബൂജഹലിന് വലിയ സന്തോഷമില്ല. അബൂജഹലിന്റെ ലക്ഷ്യം ഇതാ. വളരെ കാലമായി കൊണ്ട് അബൂജഹല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി പലവിധ ആസൂത്രണങ്ങൾ ചെയ്തു. പക്ഷേ അത് നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയതാണ്. അതുകൊണ്ടല്ലേ നേരത്തെ അബൂ സുഫിയാൻ ആളയച്ചുകൊണ്ട് നിങ്ങൾ മക്കയിലേക്ക് തന്നെ മടങ്ങണമെന്ന് പറഞ്ഞപ്പോ അബൂജഹലും വളരെ പ്രകോപിതനായിക്കൊണ്ട് അവർക്ക് നേരെ വളരെ ശക്തമായിക്കൊണ്ട് നേരിട്ടതൊക്കെ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. പക്ഷെ അബൂജഹലിന്റെ ലക്ഷ്യം അതൊന്നുമല്ല. അള്ളാഹുവിന്റെ റസൂലിനെ കൊല ചെയ്യണം, അതുപോലെ സഹാബാക്കളെ കൊലപ്പെടുത്തണം. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കറിയുമോ, അബൂജഹലിന്റെയും സംഘത്തിന്റെ ലക്ഷ്യം നമ്മളെ ഇല്ലായ്മ ചെയ്യാനാണ്, പരിശുദ്ധ ദീൻ ഇല്ലായ്മ ചെയ്യാനാണ്. അതുകൊണ്ട് നമ്മൾക്ക് ആ സമര പോരാളികളുമായി കൊണ്ട് പൊരുതണം. അതിൽ അള്ളാഹു വിജയം ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പ്രത്യേകമായി കൊണ്ട് ചില നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ്. വീണ്ടും ഇനിയുള്ള ഭാഗത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഊരത്താർ സ്വഹാബാക്കൾ മഖ്ലൂക തടങ്കലിലും ഉടയോൻ റഹ്മത്തായിറക്കിയ റസൂലുള്ളാവേ. ഊരത്താർ സ്വഹാബാക്കൾ മഖ്ലൂക തടങ്കലിലും ഉടയോൻ റഹ്മത്തായിറക്കിയ റസൂലുള്ളാവേ. വരുന്നേ സമയത്തിൽ ഇകൾക്കോർമ്മ അണുവുമില്ല. ബാണികൾ സബുജാത്തും പൈൻഡോറിൽ വസിയത്തില്ല. പോരുതും ദുറുകുമ്പോൾ റിമഹുകൾ അണിന്തതില്ല. പൂരവി ബിണകുകൾ പകുപ്പൊന്നും കരുതിയില്ല. തീരക്കി ഖുറൈശി നേടിൽ മാലും പരിപ്പാണല്ലോ. ജീന തരം നമുക്കവർ മാൽകൾ എടുപ്പതല്ലോ. എന്റെ മോളിക്കാറ്റൽ തീരുമാനം ഹുസ്നായതാൽ ഈരേൽ തീരമ്പട്ട വാദം മങ്കി നിറം പകർന്നാർ. ഊരത്താർ സ്വഹാബാക്കൾ മഖ്ലൂക തടങ്കലിലും ഉടയോൻ റഹ്മത്തായിറക്കിയ റസൂലുള്ളാവേ. അതെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില സഹാബാക്കള് നബി തങ്ങളോട് പറയുകയാണ്, സർവ സൃഷ്ടികൾക്കും
റഹ്മത്തായിക്കൊണ്ടല്ലേ അങ്ങേ അള്ളാഹു അയച്ചിട്ടുള്ളത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തുള്ള എല്ലാ സൃഷ്ടികൾക്കും, സൃഷ്ടികൾ തന്നെ മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും ജീവനുള്ളതും ജീവനില്ലാത്ത എല്ലാ സൃഷ്ടികൾക്കും അനുഗ്രഹമായിട്ട് മാത്രമാണല്ലോ അങ്ങേ അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവാചകരെ ഞങ്ങള് വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സന്ദർഭത്തില് ഒരു സമരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെട്ടിട്ടില്ല. മാത്രല്ല ഞങ്ങള് വീട്ടിൽ നിന്ന് വരുമ്പോ നമ്മൾ ഈ കച്ചവട സംഘത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെട്ടതല്ലേ. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ വീട്ടിലുള്ള ഭാര്യ, മക്കള്, അതേപോലെ മാതാപിതാക്കള്, കുടുംബത്തിൽ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഉള്ള ഭക്ഷണത്തിനായി ഞങ്ങളൊന്നും കരുതിയിട്ടില്ല. മാത്രമല്ല പല പല വിഷയങ്ങൾ ഒരു കുടുംബത്തിൽ നിന്ന് പുറപ്പെട്ടു പോരുമ്പോ പല പല വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്, പല വസിയത്തുകളുണ്ട്. അത്തരത്തിലൊരു വസിയത്തും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ മക്കൾക്കും ഭാര്യക്കും കുടുംബത്തിനും മാതാപിതാക്കൾക്കൊക്കെ വേണ്ട ഒരു വകുപ്പും ഞങ്ങൾ കരുതി വെച്ചിട്ടില്ല. വീട്ടിൽ ഞങ്ങൾ ഒന്നും കരുതിയിട്ടില്ല. അവിടെ അവർക്ക് ഭക്ഷിക്കാനുണ്ടോ ഇല്ലെന്ന് അറിയില്ല. അവരെ കാര്യം പരാജയമാണ്. അപ്പൊ അങ്ങനെ ഒരു ലക്ഷ്യമില്ലാതെ ഞങ്ങൾ കൊണ്ട് പുറപ്പെട്ടു പോകുന്നതാണ്. നമ്മൾ പുറപ്പെട്ടത് തിരക്കി ഖുറൈശിന്ന് നെടിൽമാലും ഭരിപ്പാനല്ലോ. ഖുറൈശികളിൽ നിന്ന് നമ്മുടെ ഒട്ടകങ്ങളും മുതലുകളൊക്കെ അത് പിടിച്ചെടുക്കാൻ വേണ്ടിയല്ലേ നമ്മൾ വന്നത്, അതല്ലാതെ നമ്മളൊരു യുദ്ധത്തിന് വേണ്ടിയല്ലല്ലോ എന്ന് വീണ്ടും പറഞ്ഞ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനം ഹുസ്നായി. അത് കാരണമായിക്കൊണ്ട് വല്ലാത്തൊരു മുഷിപ്പ്, വിഷമുണ്ടായി. നേരത്തെ വേറെ ചില സ്വഹാബാക്കൾ പറഞ്ഞു, ഇപ്പോഴിതാ വീണ്ടും നബി തങ്ങള് അബൂജഹലിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ മറ്റുള്ള ആ ശക്തന്മാരായിരിക്കുന്ന മല്ലന്മാരായിരിക്കുന്ന ശത്രുക്കളെ നമ്മളെ വധിക്കാൻ വേണ്ടി അവർ ക്യാമ്പ് ചെയ്തു വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴും ചില സഹാബാക്കൾ പറഞ്ഞതാ. മാത്രല്ല യുദ്ധത്തിന് പുറപ്പെടുന്ന വേണ്ട, യുദ്ധത്തിന് വേണ്ടുള്ള യുദ്ധങ്ങൾ പടയങ്കിയില്ല, പടച്ചട്ടകളില്ല, പടത്തൊപ്പിയില്ല, പടവാളില്ല, പടക്കുതിരയില്ല, യുദ്ധത്തിന് വേണ്ടുന്ന ഒരു സാമഗ്രികളുമില്ലാതെ വെറും കയ്യോടെ ഞങ്ങൾ പുറപ്പെട്ടതാണ്. മാത്രമല്ല വീട്ടിലെ മാതാപിതാക്കള്, ഭാര്യ, മക്കള്, അവരോടൊന്നും ഞങ്ങളൊന്നും പറയുക പോലും ചെയ്തിട്ടില്ല. പലരോടും പല കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, പലർക്കും പലതായി ഞങ്ങൾ ഒരുക്കി വെക്കേണ്ടതുണ്ട്. ഇതൊന്നും തന്നെ ഇല്ലാതെ ഞങ്ങൾ വെറും കയ്യോടെ വന്നതല്ലേ അല്ലാഹുവിന്റെ റസൂലേ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്തൊരു വിഷമമുണ്ടായപ്പോ ആ വിഷമം കണ്ടറിഞ്ഞ ഒരാൾ ആ കൂട്ടത്തിലും കണ്ടറിഞ്ഞ ഒരാൾ മാത്രമല്ല, എല്ലാ മേഖലകളും നബി തങ്ങളുടെ എല്ലാ മേഖലവും അകവും പുറവും എല്ലാ പൾസും തിരിച്ചറിയുന്ന മഹാനായിരിക്കുന്ന ഒരു നേതാവ് ആ സംഘത്തിലുണ്ട്. ആ നേതാവിന്റെ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. കണ്ടൻ ചൂടർ കണ്ടിട്ടിളം ചോടി ഭയപ്പെട്ടുള്ളേ താരീരിൻ കാരം ഒരു താരി കൂടെ അബൂ സുഫിയാൻ മാറ്റും ബാഗിറുകളും നമുക്കിന്ന് പൗത്തായി പോയി ബിണ്ടിൽ രസം തുറ്റ് പിനിക്കുകൾ ഇരകൊടുത്തേ വീര കരുസിദ്ധി കുറത്തപ്പോൾ ഹബീബുള്ളാവേ ഇണ്ട് നാമകളെ ഭൂമി കൊണ്ട് ഉളർവീനേകം ഈകലാൽ റദിന നിരവർ ചെയ്യും പടി പോൽ നോക്കാ കണ്ടൻ ചൂടർ കണ്ടിട്ടിളം ചോടി ഭയപ്പെട്ടുള്ളേ കാലക പുലി ഫാറൂഖ് ശംബി സഫിയുള്ളാവേ ബാഹുമാ മുതൽ കൊണ്ടിട്ട വെസ്തോര് യമൈകളെല്ലാം വേഗം യമൈതെ കൊണ്ടുളർവീൻ പൊറൈശെ കൊള്ളാൻ ജീഹാമോ തേനും മുണ്ടാൻ മറത്തൂരെ അസുഹാബീനീർ ജീത്തം ഉറപ്പാലെ വെളിച്ചമായി മൊളിവീനെല്ലാം. അതെ, ആരാണ് ആ നേതാവ് എന്നറിയാമോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. വളരെ ലോല ഹൃദയമുള്ള, വളരെ ശാന്തനായിരിക്കുന്ന, പെട്ടെന്ന് എടുത്തു ചാടാതെ ഒരു പ്രകോപനത്തുമില്ലാതെ വളരെ ശാന്തനായി വളരെ ക്ഷമയോടുകൂടെ മറ്റു സഹാബാക്കളൊക്കെ പറയുമ്പോൾ അതൊക്കെ കേട്ടു നിന്നുകൊണ്ട് ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു പ്രയാസം ഉണ്ടായി. 2 തവണയാണല്ലോ നബി തങ്ങൾ ചോദിച്ചപ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞു. നബി തങ്ങളുടെ മുഖം
മുഖം വല്ലാതെ മാറ്റം വന്നു, വല്ലാത്ത വിഷമ നിമിത്തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. മോയിൻകുട്ടിയെതിരെ സിദ്ദീഖ് റളിയല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ് ബിണ്ടിൽ രസം തുറ്റി പിണിക്ക് കാൽ ഇര കൊടുത്തു. അത് മറ്റൊരു സംഭവമാണ്, സുദീർഘമായൊരു ചരിത്രമാണ്. അതൊന്നിപ്പോൾ വിശദീകരിക്കാൻ വളരെ ചുരുക്കി പറയാം. സൗർ ഗുഹയിൽ വെച്ചുകൊണ്ട് നബിതങ്ങളും സിദ്ദീഖ് റളിയല്ലാഹുവിനും പ്രവേശിച്ച സന്ദർഭത്തിൽ ആ ഗുഹയിലുള്ള മറ്റുള്ള ചെറിയ ചെറിയ ഗുഹകൾ, സാധാരണ നമ്മൾ പറയുമ്പോൾ പൊത്ത് മാളം എന്നൊക്കെ പറയുമല്ലോ, അതിനകത്തൊക്കെ സർപ്പങ്ങള്, തേളുകള്, ഇഴജന്തുക്കളൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ തുണിക്കഷ്ണങ്ങൾ കൊണ്ടും കല്ല് അതുപോലെ പലതും കൊണ്ട് അടച്ച് ഒക്കെ ക്ലിയറാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ മടിയിൽ തല വെച്ചുകൊണ്ട് കിടക്കുന്ന സന്ദർഭം. അപ്പൊ ഒരു മാളം, ഒരു പൊത്ത് പുറത്തേക്ക് കാണപ്പെട്ടു. ആ സന്ദർഭത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു ഭയപ്പെട്ടു. കാരണം എന്താ, അതിനകത്ത് വല്ലതുണ്ടെങ്കിലോ, അതിനകത്ത് വല്ല സർപ്പങ്ങളോ മറ്റു വല്ല വിഷം ഉള്ള മറ്റു വല്ല ജന്തുക്കളും ഉണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അവിടുത്തെ പുന്നാര ആ കാലുകൊണ്ട് ആ മാളം അടച്ചു, കാലുകൊണ്ട് മാളം അടച്ചു പിടിച്ചു എന്നാ. പക്ഷേ പുന്നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഴക് കണ്ടുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു സർപ്പം ആ മാളത്തിനകത്തുണ്ടായിരുന്നു. പക്ഷേ ആ സർപ്പത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയുള്ള പ്രവാചകന്മാരെ ഒരുപാട് ചരിത്രങ്ങൾ കേട്ടില്ലേ, പാമ്പുകൾ. യൂസുഫ് നബി സ്വലാം ചരിത്രം പറഞ്ഞപ്പോൾ മറ്റുള്ള ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ കിണറിനകത്തുണ്ട ആ കാഴ്ചകൾ പലരും കാണാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകന്മാരുള്ള അത്ര ഇഷ്ടാണ്. ആ സർപ്പത്തിന് വല്ലാത്ത കണ്ടുകൊണ്ട് പുന്നാർ നബിയുടെ അഴക്, പുന്നാർ നബിയെ കണ്ടുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു ആ കാല് അടച്ചു പിടിച്ചത്. ആ സന്ദർഭത്തിൽ ആ സർപ്പം പെട്ടെന്ന് ചീറ്റി കുത്തിപ്പ്. അതോടെ ശക്തമായിരിക്കുന്ന വിഷം വടിച്ചു കയറി. വിഷം പെട്ടെന്ന് ശക്തമായിരിക്കുന്ന വിഷമുള്ള വളരെ പ്രായമായിരിക്കുന്ന ഒരു സർപ്പമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ പെട്ടെന്ന് വിഷം കയറിക്കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ തലക്കും ശരീരഭാഗങ്ങളൊക്കെ ഭയങ്കര സഹിക്കവയ്യാത്ത വേദന. നബി തങ്ങളോട് പറയാൻ പറ്റുമോ? നബി തങ്ങൾ മടിയിൽ കിടന്നുറങ്ങുക, തളർന്ന് ക്ഷീണിച്ച് കിടക്കുക. പക്ഷെ നബി തങ്ങളെ ഉണർത്തിയില്ല. പക്ഷേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ കണ്ണിൽ നിന്ന് വേദന സഹിക്കവയ്യാതെ കണ്ണുനീർ തുള്ളികൾ തുരുതുരാ വീണുകൊണ്ട് പുന്നാർ നബി തങ്ങളുടെ മുഖത്ത് വീണുപോയി. പുന്നാർ നബി തങ്ങളുടെ കൺപോളകളിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കണ്ണുനീർ തുള്ളികൾ വീണപ്പോൾ നബി തങ്ങൾ ഉണർന്നു നോക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മുഖഭാവങ്ങളൊക്കെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇതൊരു സുദീർഘമായ ചരിത്രമാണ്, ഞാൻ ചുരുക്കിയാണ് സംഭവങ്ങൾ പറഞ്ഞു. നബി തങ്ങളുടെ തുപ്പുനീരെടുത്ത് ആ സർപ്പം കൊത്തിയ ഭാഗത്ത് തടവിയെന്നും മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത വിഷങ്ങളൊക്കെ മാറ്റപ്പെട്ടു എന്നൊരു ചരിത്രമുണ്ട്. അത് വലിയൊരു ചരിത്ര. ആ ചരിത്രം തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം വയലൊക്കെ പറയുമ്പോൾ ഉസ്താദ്മാർ ഒരു ദിവസം പറഞ്ഞ ഒരു വിഷയമുണ്ട്. അത്രമാത്രം വലിയൊരു സംഭവമാണ് സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റിയും അതിലുള്ള അത്ഭുതങ്ങൾ, പല വിഷയങ്ങൾ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മോയിൻകുട്ടിയെതിരെ ഈ ഭാഗം നമ്മൾ പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയാസം കണ്ടപ്പോ, നബി തങ്ങളുടെ മുഖഭാവം കണ്ട ഈ സഹാബാക്കൾ ഇങ്ങനെ പറഞ്ഞല്ലോ, നമ്മൾക്ക് എളുപ്പം മുതൽ തന്നെയല്ലേ, ഞങ്ങൾ യുദ്ധത്തിനായിക്കൊണ്ട് ഒരുങ്ങി വന്നതല്ല എന്നൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് നബി സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മനസ്സിലായി നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങളെ മനം പോലെ, നിങ്ങളുടെ മനസ്സെന്താണോ, നിങ്ങളെ മനം പോലെ, നിങ്ങളുടെ പൊരുത്തം പോലെ നിങ്ങൾ നീങ്ങുവീൻ. ഞങ്ങളൊക്കെ ഇതാ ഹാജർ, നിങ്ങൾ ഒരു നിലക്കും വിഷമിക്കണ്ട. അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടം എന്താണോ അത് നടപ്പിലാക്കട്ടെ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു എന്നും അതോടൊപ്പം തന്നെ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു. ഉമർ ഖത്താബ് തങ്ങളെയും പുകഴ്ത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഇപ്പൊ നമ്മൾ പ്രവേശിക്കാൻ സമയമില്ല. അപ്പൊ അങ്ങനെയുള്ള ഉമർ ഖത്താബ് തങ്ങളും പറഞ്ഞു. പക്ഷേ നബി തങ്ങൾക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ അഭിപ്രായമോ അല്ലെങ്കിൽ ഉമർ ഖത്താബ് തങ്ങളുടെ വിവരം അറിയാനല്ല നബി തങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ നേരത്തെ അറിയുന്നവരാണ്, അവർ മുഹാജിർ സഹാബാക്കളാണ്. പക്ഷേ നബി തങ്ങളുടെ മനസ്സ് മറ്റൊരു വിഷയമാണ്. നബി തങ്ങൾ വീണ്ടും അവരോട് വിശദീകരിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് എന്താ പ്രയാസം? നേരത്തെ നമ്മുടെ മുതലുകളൊക്കെ നഷ്ടമായി പോയി. പക്ഷേ നിങ്ങൾ അബൂജഹലും സംഘവുമായി കൊണ്ട് പോരുന്നതിന് നിങ്ങൾക്ക് ഭയമുണ്ടോ? അവര് എണ്ണത്തിൽ കൂടുതലാണെങ്കിലും നമ്മൾ എണ്ണത്തിൽ കുറവാണ്, പക്ഷെ അവർ എണ്ണത്തിൽ കൂടുതലാണ്. പക്ഷേ നമുക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഉള്ളിൽ ഭയമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവര്
അവർ 1000 ആളുണ്ടെങ്കിലും നമ്മൾ വളരെ കുറഞ്ഞ ആളുകളുണ്ടെങ്കിലും ആ 1000 ആളുകളെക്കാൾ കൂടുതൽ കുറഞ്ഞ ആളുകൾ നമ്മൾക്കാണ് ശക്തി. നമ്മുടെ ഈമാൻ, അതിന്റെ പുറമെ അള്ളാഹുവിന്റെ സഹായമുണ്ട്, അള്ളാഹു നമുക്ക് കരാർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ വളരെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു നമുക്ക് ആയുധത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ സുദീർഘമായൊരു പ്രഭാഷണം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തി എന്നതിന്റെ ബാക്കി ഭാഗം കൂടെ ശ്രദ്ധിക്കുക. അറിവീരേ ഹിജ്റക്കുൾ ഓരോ മോണ്ട് ഷഹർ മുന്നേ അൻസാറും നബിയുമായി ഖറാറുണ്ടുണ്ടേ ശറഫുറ്റോർ മദീനം ഗിരിപ്പാനും അവരൊക്കെ സമസ്ഥാനം ഊതക്കം രക്ഷകൾ ചെയ്യുവാനും അറിവീരേ ഹിജ്റക്കുൾ ഓരോ മോണ്ട് ഷഹർ മുന്നേ അൻസാറും നബിയുമായി ഖറാറുണ്ടുണ്ടേ ശറഫുറ്റോർ മദീനം ഗിരിപ്പാനും അവരൊക്കെ സമസ്ഥാനം മൂതക്കം രക്ഷകൾ ചെയ്യുവാനും മറുപോരിൽ ഓഴിത്ത് തിരിയാമല്ലേതിർപ്പാനും മൗസമിന്നോര തുള്ളെ ഹറാറ് തന്നിൽ പുറംപിണ്ടായിലുമിപ്പോൾ താനൈ എണ്ടി പകരാതെ ഒതുവൈ കാത്തതിനാലും അവർ കൊള്ളെന്നും മുഹാജിറാണവരേക്കാൾ പേരുത്തുള്ളെ സബബാലും മുനിയാമല്ലവരെ ചൊൽ ഈദം കിട്ടുവാൻ മഹമൊത്ത് നബി പിന്നും മടക്കി ചോടിടും ബോധിൽ മദിബീരർ സഅദ് ഉബാദ തുറ്റാർ അറിവീരേ ഹിജ്റക്കുൾ ഓരോ മോണ്ട് ഷഹർ മുന്നേ അൻസാറും നബിയുമായി ഖറാറുണ്ടുണ്ടേ. അതെ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഇപ്പൊ 2 തവണ ചോദിച്ചു എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബാക്കളെ കൂട്ടത്തിലുള്ള നേതാവല്ലേ, അതുപോലെ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു. പക്ഷെ നബി തങ്ങൾക്ക് അവരുടെ അഭിപ്രായം കേൾക്കാനല്ല കാത്തിരിക്കുന്നത്. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അൻസാർ സഹാബികളുടെ വിവരം അറിയാൻ വേണ്ടി അൻസാറുകളിൽ നിന്നുള്ള അഭിപ്രായം അറിയണം. അതിനൊരു കാരണമുണ്ട്, അതാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്നതിന് മുമ്പ്, ഹിജ്റ പോകാൻ ആഗ്രഹിച്ച സന്ദർഭത്തിൽ തന്നെ വളരെ നേരത്തെ തന്നെ മദീനത്തുള്ള സഹാബാക്കൾ അൻസാർ സഹാബാക്കൾ എന്നാണല്ലോ പറയാറ്. അപ്പൊ ആ അൻസാർ സഹാബാക്കളാണ് ഈ സംഘത്തിൽ കൂടുതലുള്ളത്. മുഹാജിർ സഹാബാക്കൾ ഒരു 75 സഹാബാക്കളാണ്. അതിൽ കൂടുതലുള്ളത് അൻസാർ സഹാബാക്കളാണ്. 313 ആളുകൾ അല്ലെങ്കിൽ 305 ആളുകൾ പുറപ്പെട്ടതിൽ കൂടുതലുള്ളത് അൻസാർ സഹാബാക്കളാണ്. അപ്പൊ അൻസാർ സഹാബാക്കളുടെ വിവരം അറിയുന്നതിന് വേണ്ടി മാത്രമല്ല, അവരൊരു കരാറുണ്ടായത് നബി തങ്ങളുമായിക്കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും ഇവിടുത്തെ മുഹാജിർ സഹാബാക്കളും മദീനയിൽ വരികയാണെങ്കിൽ, മദീനയിൽ വന്നാൽ മദീനയിൽ നബി തങ്ങൾക്കും സഹാബാക്കൾക്കും സുരക്ഷ കൊടുക്കാം, എല്ലാ നിലക്കുള്ള സെക്യൂരിറ്റി. അവിടെ വന്നുകൊണ്ട് ഒരാളും തന്നെ നബി തങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന വിഷയമുണ്ടാകില്ല, നബി തങ്ങൾ ആക്രമിക്കില്ല. അതേപോലെ തന്നെ എല്ലാ മേഖലകളിലും അൻസാർ സഹാബാക്കളുടെ സുരക്ഷ, അവരുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞ് കരാർ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോ നേരെ മറിച്ച് മദീനയിലല്ല, അവര് കരാർ ചെയ്ത് മദീന ബൗണ്ടറിക്ക് അകത്തുള്ള കരാറാണ്. പക്ഷെ ഇപ്പൊ മദീനത്തിന് പുറത്താണ്. ബദറിൽ എത്തിയിരിക്കും, ബദറിൽ മറ്റവർ ബദറിലേക്കാണ് പോകുന്നത്. അപ്പൊ അവിടുന്ന് ഇവരെ സുരക്ഷ ഉണ്ടാകുമോ, അവരുടെ നിലപാടെന്തായിരിക്കും, നിലപാടിൽ മാറ്റമുണ്ടാകുമോ, ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സതാണ്. തങ്ങളുടെ മനസ്സ് പോലെ തങ്ങൾ പുറപ്പെടണമെന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിലും നബി തങ്ങളുടെ മനസ്സെന്താണ്, ഈ അൻസാർ സഹാബാക്കളുടെ മനസ്സാണ്. അപ്പൊ നബി തങ്ങള് ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞപ്പോ, ഇത് ഈ അൻസാർ സഹാബാക്കൾപ്പെട്ട നേതാവായിരിക്കുന്ന സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി. അവര് പറഞ്ഞു,
അള്ളാഹുവിന്റെ റസൂലേ, അപ്പൊ അൻസാറുകളെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവർ പിന്നെ അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങൾ നിങ്ങളുടെ മനം പോലെ നിങ്ങൾ എങ്ങോട്ടാണോ പോകാൻ ആഗ്രഹിക്കുന്നത്, അത് എത്രമാത്രം പ്രയാസമുള്ള സ്ഥലത്തേക്കാണെങ്കിലും എത്ര ദുർഘടമുള്ള വഴിയിലൂടെയാണെങ്കിലും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ആ സഅദ് റളിയല്ലാഹുവിനോട്, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹുവിനോട് കൂടെ ചേർന്നുകൊണ്ട് മറ്റൊരു സഹാബിയും പറയുന്നത് നിങ്ങൾ കേൾക്കുക. മുഖമെത്താകിലും അൻസാർ യമതിൽ നിന്നൊരു പേരും മുണിന്ത് പിന്തിരിന്തിടാതൊരു പോതുമേ യദത്തോടെ ഇബ്നു അംറാൻ മീഖ്ദാദെണ്ടവരപ്പോൾ എളുന്ത് നിണ്ടൂരത്ത് യാ റസൂലുള്ളാവേ സതതം താരുൾ മോരെ ഊമതിൽ കോനോരുമിച്ച് തലം കൊള്ളേ എഴുന്താറ്റൽ നടന്ന് കൊൾവീ നിതമെങ്കൾ സാകലോരും ഊമൈ കൂടെ ഈദാദാഹ ദിനവെല്ലാം അറിയും കൂടെയോനാണേ കഥബാനി ഇസ്രായേൽ ഊകർകൾ നബി മൂസ കലിമുള്ളാടൂരത്തുള്ള മോളി കാലല്ലാ എതിർത്തേൻ ഫഹബ് അന്ത വറബ്ബുക ഫഖദില എനും ഇന്നാ ഹൗനക ഈദുനണ്ടാമേ. ഈ സന്ദർഭത്തിൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞതോടുകൂടി തന്നെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് നിങ്ങൾ എത്ര പ്രയാസകരമായിരിക്കുന്ന വഴിയിലൂടെ പോകാൻ പറഞ്ഞാലും എങ്ങോട്ട് പോകാൻ പറഞ്ഞാലും നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. മാത്രമല്ല അൻസാർ സഹാബാക്കൾ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കുന്ന പ്രശ്നമില്ല, ഒരിക്കലും പിന്തിരിഞ്ഞു പോവുകയില്ല. പരിപൂർണ സമ്മതം പറഞ്ഞുകൊണ്ട് അവർ ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഞങ്ങള് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികള് മൂസാ നബി അലൈഹി ഇസ്ലാമുമായി കൊണ്ട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ പറഞ്ഞ്, മൂസേ നീയും നിന്റെ റബ്ബും കൂടെ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉമ്മത്തികളായിട്ട് ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാനുള്ള എല്ലാവിധ പിന്തുണയും അഭിപ്രായങ്ങളും അവർ അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വീണ്ടും അതിൽ അഭിപ്രായങ്ങൾ കിട്ടേണ്ടതുണ്ട്, വീണ്ടും വിവരങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഭാഗമാണ് ഇനി കേൾക്കാനുള്ളത്. വളരെ പ്രധാനമായിരുന്ന ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അടുത്ത ഗാതികൻ അത് അവതരിപ്പിക്കും. നിങ്ങൾ വളരെ സശ്രദ്ധം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അബ്ദുൽ ഖാദർ കാഫേനി കാട്ടിപ്പുറത്തെയും ഇസ്മായിൽ ദേശമോ അവതരിപ്പിച്ച ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വാദിഖ് മുസ്ലിയാർ